ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഏജ് ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായാലും ഇങ്ങനെ സ്വാഗതം പറഞ്ഞിട്ട് കുറെ നാളായിട്ട് ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ലേ, എപ്പോഴും റീല് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ തീർക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങളുടെ സ്ഥലം ഹാമിൽട്ടൺ ആണല്ലോ. അവിടെ ഞങ്ങൾ ഓക്ലാൻഡിലേക്ക് പോകണം. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അല്ലെ, എന്നെക്കാളും കൂടുതൽ ഇതിനായിട്ടായിരിക്കും ഫ്രണ്ട് അല്ലെ. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ട്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പോവാണ്. കാലത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ഞങ്ങൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഇന്ന് അവിടെ താമസിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെ പോരുള്ളൂ അല്ലെ. നാളെ ആയാലും കുറച്ച് പണികളുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ പോയിട്ട് ഞങ്ങളുടെ ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ആക്കും. പിന്നെ നമ്മുടെ എന്റെ വണ്ടി ഒന്ന് മാറ്റിയാണ്. അപ്പൊ വണ്ടിയുടെ അവിടെ പോകും അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് പണികളുണ്ട്. നമ്മള് വൈകിട്ട് നമ്മൾ തിരിച്ചു പോരും അല്ലെ. വൈകിട്ട് നമ്മൾ തിരിച്ചു പോരും. അപ്പൊ ഞങ്ങൾ അങ്ങനെ യാത്രയാണ്. ഔട്ടി മനസ്സേ എക്സൈറ്റഡ് ആണോ? മറ്റേ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ കുറെ നാളായിട്ട് അങ്ങനെ പോയി എവിടെ പോയി നിന്നിട്ടില്ലല്ലോ. നമ്മൾ പണ്ട് എപ്പോഴും മറ്റേ മൂന്നാറിലൊക്കെ പോയി നിൽക്കാറില്ലേ അല്ലെ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ കുറെ നാളായിട്ട് അങ്ങനെ ഹോട്ടലിലൊന്നും പോയി നിൽക്കാറില്ല. ഞാൻ പോയിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം മറ്റേ ക്ലാസ്സിന് വേണ്ടിട്ടല്ലേ. ഞാൻ പോയിട്ട് 2 പ്രാവശ്യം പോയി ഒരു 2 ദിവസം ഇനിയിപ്പൊ എനിക്ക് അടുത്തൊരു ട്രിപ്പും കൂടെ ഉണ്ട് ഈ മാസം അവസാനം, ഒരു 3 ദിവസത്തെ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇവര് കുറെ നാളായിട്ട് പോയിട്ടില്ല അല്ലെ. ന്യൂസിലാൻഡിൽ വന്നിട്ട് പോയിട്ടില്ല. 3.5 വർഷം ആണോ അല്ലെ. അവിടേക്ക് എക്സൈറ്റഡ് ആണോ? അവിടെ മനസ്സും ഒരു ഐഡിയ വെച്ചിട്ടാണ് പോണത് അല്ലെ. പൂള്, അവിടെ പൂൾ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും പൂളിനകത്ത് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കും എങ്ങനെയാണ് പൂൾ സെറ്റപ്പ് എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരൊന്ന് ഇറക്കണം. എന്നിട്ട് കുറെ നാളായിട്ട് അവരങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞത്. അപ്പൊ അത് നടത്തി കൊടുക്കണ്ടേ. പിന്നെ സുഖാണ് കുറെ ദിവസമായാലും വർത്താൻ പറഞ്ഞിട്ട്. എന്റെ എണ്ണ ഓഫ് ആയിരുന്നു അല്ലെ. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. പക്ഷെ പുറത്ത് അല്ലെ എത്രയാ 15 ഡിഗ്രി ഉള്ളൂ. പക്ഷെ ഇന്ന് കാലത്ത് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയപ്പം -3 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പോയപ്പോകെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് കാര്യം. അങ്ങനെ ഇനി 400 മീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എത്തി അല്ലേ. ഏകദേശം 5:21 ഇപ്പൊ ഒരു ദിവസം വെയിലൊക്കെ പോയി ഞങ്ങൾ ഏകദേശം എത്തി. ഇരുട്ടായി തുടങ്ങിയില്ലേ. നമ്മുടെ എൻട്രൻസിന്റെ അവിടെ എത്തണം കേട്ടോ. ഇവിടെ നിന്ന് എത്ര ഏകദേശം എത്തി. നമ്മുടെ എൻട്രൻസിന്റെ അവിടെ ആയി. ഇനിയിപ്പൊ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോവാൻ പോകുന്ന ഹോട്ടലിൽ അവിടെ എത്തും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേക്കണം. അപ്പൊ അതൊക്കെ നമ്മളവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സ്ഥലത്തേക്ക് പോകാം അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ദൂരം ഉണ്ട് എന്റെ? 30 മിനിറ്റ് ഉള്ളൂ. അവിടെ 6 മണിക്കാണ് തുടങ്ങുന്നത്. ഇപ്പൊ തന്നെ 5:30 ആയി. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും. കൊള്ളാല്ലേ ഹോട്ടല്? ഔട്ടി മനസ്സേ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിതേ അങ്ങോട്ട് കയറുക കേട്ടോ. ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ബാക്കി പരിപാടികൾ. അപ്പൊ നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. അപ്പൊ നമ്മൾ പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോയില്ല. നമ്മളിവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി ഇട്ടിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെവൽ 3യിലാണ്. ലെവൽ 3യിലെ പാർക്കിങ്ങിൽ ലെവൽ 3യിലാണ് നമുക്ക് റൂം കിട്ടിയിരുന്നത്. അപ്പം 311 അല്ലേ ചേച്ചാ. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് വാവട്ടിക്ക് എന്ത് വന്നവര് അടിപൊളി ചൂടാണല്ലോ. നല്ല അടിപൊളി കുക്കീസ് ചോക്ലേറ്റിന്റെ അത് വാവട്ടിക്ക് മനസ്സിലും കിട്ടിയില്ലല്ലേ. 3rd ഫ്ലോർ. അപ്പൊ നമ്മൾ ലെവൽ 3യിലേക്ക് പോവാ അല്ലെ. അപ്പൊ നമ്മൾ ഏകദേശം ലെവൽ 3യിലെത്തി. അടിപൊളി കുക്കീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോനെ. വാവട്ടി കൂടെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ്. 311 ആണ് വാവട്ടി. 311 വരെ എത്തണല്ലേ. വെച്ചുപിടിച്ചോ അറ്റത്തായിരിക്കും. ഇല്ല ഇവിടെ എത്തി. ഏതാ മേഡം? അടിപൊളി
പൊളി 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 പൊളി. നല്ല മണൊക്കെ ഉണ്ടല്ലോ. നല്ല മറ്റേ എങ്ങനെയുണ്ട് നമ്മുടെ കേട്ടോ, അടിപൊളിയാ. ഞാൻ നമ്മുടെ സൂപ്പർ അടിച്ചെടുത്താ 2 ബെഡ് ഉണ്ട്. നമുക്ക് 4 പേരുണ്ട്. 4 പേർക്ക് 2 ബെഡ്. ഓക്കെ അല്ലേ? 2 ബെഡ്, TV. ഇവിടെ എന്താ? കണ്ണാടിയാണ്. അയ്യോ, ഞാൻ ഇതിനകത്ത് അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടുള്ള വ്യൂ നോക്കി നോക്കി. അടിയിൽ നല്ല അടിപൊളി കറുത്തല്ലേ? തൊട്ടപ്പുറത്ത് തന്നെ മെക്ഡോണൾഡ്സ് ഉണ്ട്. അടിപൊളി. അങ്ങനെ പിന്നെ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ബർത്ത്ഡേക്ക് എത്തിയായിരുന്നു. ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്തായിരുന്നു ഞങ്ങൾ എത്താനായിട്ട്. പിന്നെ എൻ്റെ പാട്ടില്ലാണ്ട് എന്താഘോഷം അല്ലേ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ടും അങ്ങനെ പിള്ളേരുടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാനും ഒരു പാട്ട് പാടി. അവിടെ ഒരു കിങ്സ് പാർക്കിലായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബുഫേ ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് പോന്നു. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മറ്റേ ഹോട്ടലിലേക്ക് പോവാണ് തിരിച്ചല്ലേ ചേട്ടാ? എങ്ങനെയായിരുന്നു പരിപാടി? ഞങ്ങളിപ്പോ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു അല്ലേ? കുറെ ദിവസം കഴിഞ്ഞിട്ട് കണ്ടപ്പം ഇങ്ങനെ കുറെ എന്താ പറയാ, പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. കുറെ പേര് പരിചയപ്പെട്ടു അല്ലേ? കിങ്സ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. പുതിയൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് അവിടെ വെച്ചിട്ടായിരുന്നു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ഒക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു എന്നിട്ട് എൻ്റെ പേര് നമ്മുടെ കരിക്ക് വെച്ചിട്ടൊരു പായസം ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല പുളിയായിരുന്നു. അപ്പം കൊള്ളായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ അവര് ഒരു ദിവസം ഇങ്ങോട്ട് നമ്മള് അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പം ഒരു ദിവസം അവര് വരും, എൻ്റെ അവധി പോലെ അല്ലേ എൻ്റെ ഏട്ടാ? അപ്പൊ ഇനി അവര് അപ്പനമ്മയൊക്കെ പോണേന് മുന്നേ ദിവസം വരും നമ്മുടെ വീട്ടിലോട്ട്. അപ്പൊ ഇനി വീണ്ടും കാണും. ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട്? 25 മിനിറ്റ്, 32 കിലോമീറ്റർ ആണ് നമ്മുടെ ഹോട്ടലിലേക്ക് ഉള്ളത്. പൊന്നൂസിനും ഔട്ടിക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. നാളെ കാലത്ത് അവര് മറ്റെന്നിട്ടാ പൂളില് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ്. 6:30 എഴുന്നേൽക്കുന്നൊക്കെ പറയേണ്ട ആർക്കറിയാം. പക്ഷെ ഔട്ട്ഡോർ പൂൾ ആവുമ്പോ തണുക്കില്ലേ? അവര് പറയുന്നത് ടെമ്പറേച്ചർ 22 എന്ന് പറയുന്നത്. തണുക്കില്ല, തോന്നല്ലേ അത്രയും. കാലത്താകുമ്പോ ഒന്നും കൂടിയും തണുപ്പായിരിക്കും. ഇപ്പൊ ഓൾറെഡി മൈനസിലൊക്കെ ഉണ്ട്, പോകുന്നുണ്ട് വൈകുന്നേരമൊക്കെ. അപ്പൊ ഒന്നും കൂടി തണുപ്പായിരിക്കും. അറിയില്ല എത്രത്തോളം അത് സക്സസ് ആവുന്നു. നോക്കിയൊക്കെ നമുക്ക് പിള്ളേരുടെ ആഗ്രഹമല്ലേ അല്ലേ? അങ്ങനെ ഇനിയിപ്പൊ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും സുഖമായിട്ടല്ലേ കിടന്നുറങ്ങണത്? അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നേരത്തെ ഏകദേശം ഒരു 35-40 മിനിറ്റ് എടുത്തായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. പക്ഷെ തിരിച്ചു പോരാൻ നേരത്ത് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലോക്കെല്ലാം കുറഞ്ഞ് നല്ല സുഖമായിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്തി. പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങൾ അവസാനം ഹോട്ടലിൽ എത്തിട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഫ്ലാറ്റായി. എന്താ സുഖം? സുഖല്ലേ? TV കണ്ട. അപ്പൊ ഞങ്ങളിത് ഇനി കുറച്ചു നേരം TV ഒക്കെ കണ്ട് ഫ്ലാറ്റ്. അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.